ഇത് ഇന്ന് നമുക്കിന്ന് തഴുതാമയാണ് തോരൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇത് പറിച്ചെടുത്ത് ഇത് വെള്ളത്തിലിട്ട് നന്നായി കഴുകി ഇത് വെള്ളം പോകാനായിട്ട് വെക്കുവാണേ. ഒത്തിരി ഔഷധ മൂല്യമുള്ളതാണ് ഈ ഇലയ്ക്ക്. ഇതിൻ്റെ തളിരിലയാണ് നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തളിരില മാത്രം എടുത്ത് ഒരുമിച്ച് കൂട്ടി ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. വെള്ളം ഏകദേശം ഊറി ഇതിൻ്റെ വെള്ളം എല്ലാം പോയി കഴിഞ്ഞു. ഇതിന് നമുക്ക് ഇതിൻ്റെ തളിരിലയെല്ലാം നല്ല ഇലയാണ്, നോക്കിക്കേ, നല്ല തളിരിലയെല്ലാം ഒരുമിച്ചെടുത്ത് അരിയാൻ പോവുകയാണ്. പിന്നെ ഇതിൻ്റെ തണ്ടിനൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും, അത് കാരണം നമ്മൾ തണ്ടൊന്നും ഉപയോഗിക്കുന്നില്ല, ഇല മാത്രമാണ് എടുക്കുന്നത്. കുറച്ച് ഇലകൾ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിയെടുത്ത് ചെറുതായിട്ട് അരിയണേ. നമ്മുടെ കട്ടിങ് ബോർഡുണ്ട്, അതിൽ വെച്ച് അരിഞ്ഞാലും മതിയാവും. ഇതിപ്പോൾ എനിക്കിതാണ് എളുപ്പം, അത് കാരണം ഞാനിങ്ങനെ കയ്യിൽ ഒരുമിച്ച് വെച്ച് ഇങ്ങനെ അരിയുകയാണ്. തഴുതാമ നന്നായി നല്ല പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. അതിനുശേഷം ഇതിന് തോരൻ വെക്കാനുള്ള കാര്യങ്ങളാണ്. തേങ്ങ, ഒരു കപ്പ് തേങ്ങയുണ്ട്. തേങ്ങ, പിന്നെ 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യമുള്ള പച്ചമുളക്, എരിവിനാവശ്യമുള്ള പച്ചമുളകുമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോകുക. വെള്ളം ഒട്ടും ചേർക്കരുത്, വെള്ളം ചേർക്കാതെ വേണം ഒന്ന് ചെറുതായിട്ടൊന്ന് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ചതയ്ക്കുന്ന രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി. നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. കറി വയ്ക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും കടുകിട്ട് പൊട്ടിച്ച് കടുകും ഇച്ചിരി ചുവന്ന മുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി, കടുക് ഇടുവാണേ. കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഉള്ളി ഇട്ട് കൊടുക്കുന്നു. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ്, ഒത്തിരി അരയരുത്, വെള്ളം തൊടാതെ അരച്ചെടുത്തിട്ടുള്ളതാണ്, അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് ഒരു ചുമന്ന നിറമായി. നമുക്കിതിൻ്റെ അകത്തേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പിടുവാണേ. ഈ ഇലക്കറികൾക്ക് ഒത്തിരി ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പ് മതി. അപ്പോൾ ഇതിനാവശ്യത്തിന് ഈ ഇലയ്ക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ എന്തോരാന്ന് വെച്ചാൽ അതിന് ചേരുന്ന കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കും. അതിൻ്റെ ആ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മറന്നോളം വരുന്ന ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. അതിനുശേഷം ഇത് ചൂടായിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തഴുതാമയുടെ ഇല ഇങ്ങോട്ടിട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ട് ഈ അരപ്പുമായിട്ടിട്ട് നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കണം. അടച്ച് വെക്കരുത്. ഇലക്കറികൾ അടച്ച് വെക്കാതെ വേണം വേവിക്കാനായിട്ട്. വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കരുത്. ഇലക്കറികൾക്കകത്തൊക്കെ ഒത്തിരി ഈ ഇലക്കകത്തൊക്കെ ഒത്തിരി നല്ല വെള്ളമൊക്കെ ഉള്ള കാരണം വെള്ളം ഒട്ടും ഒഴിക്കണ്ട. അപ്പം ഇങ്ങനെ തുറന്ന് വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഇത് വേവും. കറി റെഡിയാവും.